മോഷണക്കുറ്റം ചുമത്തി പേരൂർക്കട പോലീസ് കസ്റ്റഡിയിലെടുത്ത ദളിത് യുവതി നേരിട്ടത് 20 മണിക്കൂർ നീണ്ട ക്രൂരമായ മാനസിക ശാരീരിക പീഡനങ്ങൾ. ഏപ്രിൽ 23-ന് സ്റ്റേഷനിൽ നേരിട്ട് വിവരിക്കുമ്പോൾ ഇപ്പോഴും നെടുമങ്ങാട് സ്വദേശി ബിന്ദുവിന്റെ കണ്ണു നിറയും. പോലീസ് നടപടിക്കെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയെങ്കിലും ബിന്ദുവിന് ഇനിയും നീതി കിട്ടിയിട്ടില്ല. വെളുപ്പിന് 3:30 മണിയായി. എനിക്ക് അന്നത്തെ ഭക്ഷണവും വെള്ളവും ഒന്നും എനിക്ക് തന്നിട്ടില്ല. വെള്ളം ചോദിച്ചപ്പോൾ പറഞ്ഞു ബാത്റൂമിൽ ബക്കറ്റിലോട്ട് പോയി കോരിക്കുടി. കഴിഞ്ഞ മാസം 23-ന് ജോലി കഴിഞ്ഞ് മടങ്ങും വഴി ബിന്ദുവിന് പേരൂർക്കട സ്റ്റേഷനിൽ നിന്നും ഒരു ഫോൺ കോൾ വന്നു. ജോലി ചെയ്ത വീട്ടിലെ ഉടമയുടെ മാല നഷ്ടപ്പെട്ടു. മാല മോഷ്ടിച്ചിട്ടില്ല ബിന്ദു പറഞ്ഞു. ഡ്യൂട്ടി ഉദ്യോഗസ്ഥനിൽ നിന്നും തിരിച്ചു കേട്ടത് ചീത്ത വിളികൾ. ഞാൻ അങ്ങോട്ട് നീങ്ങുന്നില്ലടി എന്ന് പറഞ്ഞെത്തിയിട്ട് എന്നെ ചീത്ത വിളിച്ചു. ഞാൻ പേടിച്ചു പോയി. എന്നിട്ട് എന്നെ വെളിയിൽ ഇറക്കിയിട്ട് ഇപ്പുറത്ത് റൂമിൽ കൊണ്ടുപോയി. ഇപ്പുറത്ത് റൂമിൽ കൊണ്ടുപോയിട്ടാണ് പിന്നെ എല്ലാ പോലീസുമാരും എന്നെ ഭയങ്കരമായിട്ട് എന്നെ ചോദ്യം ചെയ്തു. ഒരുപാട് പേരെന്നെ അവിടെ നിന്ന് ചോദ്യം ചെയ്തു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ ചെന്നിരിക്കാൻ പറഞ്ഞു. അവിടെ ചെന്നിരുന്നിട്ട് ഇച്ചിരി കഴിഞ്ഞപ്പോൾ വീണ്ടും എന്നെ വിളിച്ചു. ഒത്തിരിയായിട്ടും അങ്ങ് മാനസികമായിട്ട് പീഡിപ്പിച്ച് തന്നെയാണ് പറഞ്ഞത്. കസ്റ്റഡിയിലെടുത്ത് എന്ന വിവരം കുടുംബത്തെ അറിയിക്കാൻ പോലും ബിന്ദുവിന് പോലീസ് അനുവദിച്ചില്ല. പിന്നാലെ മഫ്തിയിലുള്ള പോലീസ് സംഘം പരാതിക്കാരിയുടെ കാറിൽ ബിന്ദുവുമായി വീട്ടിലേക്ക് തിരിച്ചു. തൊണ്ടി മുതൽ തേടിയായിരുന്നു ബിന്ദുവിനൊപ്പം പോലീസ് വീട്ടിലെത്തിയത്. ഒരു സംഘം ആളുകൾക്കൊപ്പം ബിന്ദു വീട്ടിലേക്ക് വരുന്നത് കണ്ട ഭർത്താവിന് ആദ്യം കാര്യം മനസ്സിലായില്ല. എൻ്റെ നിറത്തിൻ്റെയും ചന്തമില്ലാത്തമേയും കൊണ്ടായിരിക്കും അവരെന്നോട് ഇത്രയും ക്രൂരത കാണിച്ചത്. അത് മാത്രം എൻ്റെ ചേട്ടൻ രാവിലെ കാപ്പി മാറ്റി തന്നിട്ട് പോലും എനിക്ക് കഴിക്കാൻ കൂടി പിന്നെ സമ്മതിച്ചിട്ടില്ല. എൻ്റെ ചേച്ചിയുടെ മക്കളായിരുന്നാലും കാപ്പി വാങ്ങിച്ചു എനിക്ക് കഴിക്കാൻ ഇവർ സമ്മതിച്ചിട്ടില്ല. കാണാനോ സംസാരിക്കാനോ ഇവർ സമ്മതിച്ചിട്ടില്ല. ഭക്ഷണമോ വെള്ളമോ നൽകാതെ ഒരു രാത്രി മുഴുവൻ പോലീസ് ബിന്ദുവിനെ കസ്റ്റഡിയിൽ വെച്ചു. ചീത്ത പറഞ്ഞ പോലീസുകാർ എന്നെ അടിക്കാൻ വന്നു. കയ്യോ എന്നെ അടിക്കാൻ വന്നു. അപ്പം ഞാൻ അങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തടുത്തു. എന്നിട്ട് വെളിയിൽ കൊണ്ടുവന്നിട്ട് സാറേ ഇവള് പറയുന്നില്ല, മാല എവിടെയാണെന്ന് ഇവള് പറയുന്നില്ല എന്ന് പറഞ്ഞു. ഉറങ്ങാനൊന്നും സമ്മതിച്ചില്ല. കുറേ നേരം അവിടെ ഇച്ചിരി അങ്ങോട്ട് കിടക്കുമ്പോൾ വീണ്ടും എന്നെ വിളിച്ചുണർത്തിയിട്ട് വീണ്ടും ചോദ്യമായിരുന്നു. മക്കളെയും കേസിൽ കുടുക്കി ജയിലടക്കി. അവിടെ ഭക്ഷണവും ആഹാരമൊക്കെ നല്ല പഠിത്തമൊക്കെ നല്ല കാര്യം പറഞ്ഞു. അതിൻ്റെ കൂടെ എൻ്റെ ഭർത്താവിനെ ജയിലിലാക്കുമെന്ന് പറഞ്ഞിരുന്നു. ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന ഈ പോലീസ്. ഒടുവിൽ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ മാല വീട്ടിൽ നിന്ന് തന്നെ തിരിച്ചു കിട്ടി. ബിന്ദുവിനെ സ്റ്റേഷനിൽ നിന്ന് പുറത്തുവിടുമ്പോൾ ഒരു താക്കീത് കൂടി: മേലാൽ കണ്ടുപോകരുത്. അവിടെ വെച്ചും കുറെ നേരം നിന്നിട്ട് അവിടെ നിന്ന് ഇങ്ങ് വെളിയിൽ ഇറങ്ങിയപ്പോൾ SI എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് എന്ത് സാറെന്ന് വെച്ചാൽ പറഞ്ഞ് ഈ അമ്പലമുക്കോ ഈ കബഡിയറോ ഭാഗത്തോ എന്നെ കണ്ടുപോകരുത്, നാട് വിട്ടു പൊക്കോളാൻ പറഞ്ഞു. എല്ലാവരും സ്റ്റേഷൻ നിറച്ച ആളുണ്ടായിരുന്നു. ഒത്തിരി പേര് നിറച്ച് രാവിലെ സമയമല്ലേ, ഒത്തിരി പേരുണ്ടായിരുന്നു. അവരെല്ലാവരും എന്നെ നോക്കിക്കൊണ്ടിരുന്നു. 3-ാം തീയതി അനുഭവിച്ചതൊക്കെയും വിശദമാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിക്കും DGPക്കും പട്ടികജാതി പട്ടികവർഗ വകുപ്പിനും പരാതി നൽകി. ദിവസം ഇത്രയായിട്ടും അതിലും നടപടിയായില്ല. ഭക്ഷണമോ വെള്ളമോ ഒന്നുമില്ലാതെ ഒരു ദിവസം മുഴുവൻ സ്റ്റേഷനിൽ, അതും ചെയ്യാത്ത കുറ്റത്തിന്. DGPക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകി. അന്നു മുതൽ ഇന്നുവരെ കാത്തിരിപ്പ്, നീതിക്കു വേണ്ടിയുള്ള കാത്തിരിപ്പ്. ക്യാമറ പേഴ്സൺ റോഹിനൊപ്പം മീര മനോഹരൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.